ഹായ് മക്കളെ, ഈ വീഡിയോ ശരിക്കും എജ്യൂപോർട്ടിന്റെ ജെഇ റിപ്പീറ്റേഴ്സിനായിട്ടുള്ള സൂപ്പർ 30 ബാച്ചിന്റെ അനൗൺസ്മെന്റ് ആണ്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാനുണ്ട്. നിങ്ങളൊരു ജെഇ ആസ്പിരന്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് കാണണം. കാരണം നിങ്ങൾ അടുത്ത ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട ഒരു വർഷവും അതേപോലെ തന്നെ ഒരുപാട് പൈസ IIT എന്നുള്ള ഒരു സ്വപ്നത്തിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണല്ലേ. സോ എവിടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഈ സ്റ്റാറ്റിസ്റ്റിക്സും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. ഒന്നാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ജെഇ മെയിൻസ് 2025 റിസൾട്ട് വന്നപ്പം ഓൾ ഇന്ത്യ റാങ്ക് 100ന്റെ ഉള്ളിൽ എത്ര മലയാളി കുട്ടികളുണ്ടടാ? ഒരൊറ്റ ഒരാളാണുള്ളത്. അവരുടെ റാങ്ക് തന്നെ 98 ഇനിയോ ഓൾ ഇന്ത്യ റാങ്ക് 400ന്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ട്? അതും ഈ ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ 98 കാരണം നമ്മുടെ രണ്ടാമത്തെ റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് 412 സോ 400ന്റെ ഉള്ളിലും ഒരേ ഒരാൾ മാത്രമേ എന്തുള്ളൂ കേരളത്തിൽ നിന്നുള്ളൂ. ഇത് 2025 ജെഇ മെയിൻസിന്റെ കേസാട്ടോ. ഒന്നാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ്. ഇനി കഴിഞ്ഞ വർഷം 2024 ജെഇ അഡ്വാൻസ് ക്ലിയർ ചെയ്ത ആൾക്കാരുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് എന്നല്ല, വളരെ സങ്കടകരമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊക്കെ ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുമ്പം ഏറ്റവും വലിയ സ്വപ്നം എന്താ? ടോപ്പ് IIT, അതായത് ടോപ്പ് 7 IIT ആണ്. IITകൾ തുടങ്ങുന്ന സമയം മുതലുള്ള ആ 7 IITകളിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ, ഏതെങ്കിലും ഒന്നിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനായിരിക്കുമല്ലോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക. അങ്ങനെ ശരിക്ക് ഏകദേശം 800ന്റെ മുകളിൽ സീറ്റുകൾ എന്തുണ്ട് ഈ ടോപ്പ് 7 IITകളിലുണ്ട്. കഴിഞ്ഞ വർഷം അതായത് ജെഇ 2024 അഡ്വാൻസ് ക്ലിയർ ചെയ്തിട്ട് എത്ര മലയാളി കുട്ടികൾ ഈ ടോപ്പ് 7 IITകൾ ഏതെങ്കിലും ഒന്നിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? ആകെ 2 ആൾക്കാരാണ്. ഒരാൾ ജനറൽ കാറ്റഗറിയിലും ഒരാൾ റിസർവേഷൻ കാറ്റഗറിയിലും. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ റിസൾട്ട് എന്ന് പറയുന്നത് 2024 ജെഇയുടെ റിസൾട്ടാണ്. ഈ വർഷത്തല്ല, കഴിഞ്ഞ വർഷത്തെ റിസൾട്ട്. ആൻഡ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് റിപ്പീറ്റർ ബാച്ചില്ല. അപ്പം 90% മുകളിൽ കിട്ടിയ ഇത്രയും കുട്ടികൾ മുഴുവൻ +2ന്റെ കൂടെ ഫസ്റ്റ് ചാൻസ് കിട്ടിയ ആൾക്കാരാണ്. അതിലെ കുറച്ച് ആൾക്കാർ നമ്മുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലെ കുട്ടികളാണ്. ബാക്കി എല്ലാവരും നിങ്ങളെപ്പോലെ ഓൺലൈനായിട്ട് പഠിച്ച് 90% മുകളിൽ സ്കോർ ചെയ്ത. ഇതിലെ ഭൂരിഭാഗം കുട്ടികളും റിപ്പീറ്റ് ചെയ്തു. IIT എന്നൊരു സ്വപ്നത്തിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ തീരുമാനിച്ചു. ആൻഡ് മിക്ക കുട്ടികളും അല്ലെങ്കിൽ മുഴുവൻ കുട്ടികളും കേരളത്തിൽ ഒരു സ്ഥാപനത്തിലേക്ക് തന്നെയാണ് പോയത്. നമ്മൾ അവരുടെ ചോയ്സ് ആണെന്നുള്ളതിൽ അവർ പോയിക്കോട്ടെ എന്ന് കരുതുകയും ചെയ്യും. പക്ഷെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികൾക്കും വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. ആകെ 2 കുട്ടികൾക്കാണ് 99% മുകളിൽ കിട്ടിയത്. ആൻഡ് അതിൻ്റെ സങ്കടം എന്താ വെച്ചാൽ, ആ 2 കുട്ടികൾക്കും കഴിഞ്ഞ തവണയും ഫസ്റ്റ് ചാൻസിലും +2ന്റെ കൂടെയും 99% തന്നെയായിരുന്നു. ഇതിലെന്തോ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നില്ലടാ? ഓൾ ഇന്ത്യ റാങ്ക് 98 ഈ വർഷം വാങ്ങിയ കുട്ടി പറഞ്ഞത് 6ാം ക്ലാസ് മുതൽ ഞാൻ ഫൗണ്ടേഷൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പം കഴിഞ്ഞ വർഷം ജെഇ 2024 99% മുകളിൽ വാങ്ങിയ 200ന്റെ മുകളിൽ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. എന്നിട്ടും 100ന്റെ ഉള്ളിൽ ഒരാളെ മാത്രമേ നമുക്ക് എത്തിക്കാൻ പറ്റൂ. 400ന്റെ ഉള്ളിൽ ഒരാളെ മാത്രമേ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തോ ഒരു പ്രശ്നമില്ലേ? അതായത് ഇത്രയും മിടുക്കരായ, അതായത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികൾ പഠിച്ചിട്ടും ടോപ്പ് 7 IITകളിലെ കമ്പ്യൂട്ടർ സയൻസിൽ കഴിഞ്ഞ വർഷം 2 മലയാളികൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ ആ സിസ്റ്റത്തിനോ അക്കാഡമിക്സിനോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് +2ന്റെ കൂടെ ഓൺലൈനായിട്ടൊക്കെ പഠിച്ചിട്ട് ഒരു കുട്ടി 90% മുകളിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അവൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 99% മിനിമം അവന് കിട്ടാൻ പറ്റും. എന്ന് മാത്രമല്ല, ടോപ്പ് 7 IITകളിൽ പഠിക്കാൻ മാത്രമല്ല കാലിബറും കപ്പാസിറ്റിയും ഈ കുട്ടികൾക്കുണ്ട് എന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ആൻഡ് എന്തോ ഒരു പ്രശ്ന സിസ്റ്റത്തിനുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് എന്താണ് ജെഇ കുട്ടികൾക്ക് വേണ്ടി ഒരു സൂപ്പർ 30 ബാച്ച് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഈ സൂപ്പർ 30 ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്, അതായത് നിങ്ങളെ മാത്സ് എടുക്കാൻ പോകുന്നത് നിഷാദ് സാർ ആയിരിക്കും. നിഷാദ് സാർ IIT മദ്രാസിലാണ് പഠിച്ചത്. ഫിസിക്സ് എടുക്കാൻ പോകുന്നത് ഷിനാസ് സാർ ആയിരിക്കും. ഷിനാസ് സാറും IIT മദ്രാസാണ്. കെമിസ്ട്രി ഷെഫിൻ സാർ ആയിരിക്കും. ഷെഫിൻ എൻ്റെ കൂടെ NITയിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. ഈ ഫാക്കൽറ്റീസ് ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കുക എന്നും മാത്രമല്ല, ഈ 30 കുട്ടികളെ എന്തുണ്ടാവുള്ളൂ ഈ ബാച്ചിൽ ഉണ്ടാവുള്ളൂ. ഈ 30 കുട്ടികളെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്ത് ചെയ്യും ഞങ്ങൾ നോക്കും, ടേക്ക് കെയർ ചെയ്യും. എന്ന് മാത്രമല്ല, ഈ 30 കുട്ടികളും അടുത്ത വർഷം എജ്യൂപോർട്ടിന്റെ ജെഇ മെയിൻസ് റിസൾട്ട് വരുമ്പോൾ 99%ലും അഡ്വാൻസ് റിസൾട്ട് വരുമ്പോൾ IITകളിലേക്ക് ടോപ്പ് ബ്രാഞ്ചിലേക്ക് കിട്ടാവുന്ന റാങ്കിലേക്ക് അവരെത്തിക്കും. കാരണം അത് ഞങ്ങളുടെ എക്സിസ്റ്റൻസിൻ്റെയും കൂടെ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല,
മലയാളികൾ അത്ര മോശമല്ല എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കൃത്യമായ സിസ്റ്റവും കൃത്യമായ കോച്ചിങ് അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. 2012 ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി കുട്ടികൾ IIT മദ്രാസിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അവിടുന്നാണ് മൊത്തം IITകളിൽ 2 ആൾക്കാരിലേക്ക് മാറിയത്. സോ സൂപ്പർ 30 ബാച്ചിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടതിലേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ എത്തുമെന്ന് മാത്രമല്ല 100% ഫ്രീ ആയിരിക്കും ഈ ബാച്ച്. അതായത് നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീസോ ട്യൂഷൻ ഫീയോ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആൻഡ് എങ്ങനെ ഈ ബാച്ചിന്റെ സെലക്ഷൻ എന്നോ, നിങ്ങൾക്ക് ഈ കഴിഞ്ഞ JEE 2025 മെയിൻസിൽ 95% മുകളിലുണ്ടെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ആണ്. അതേ സ്ഥാനത്ത് 90% മുകളിലാണെങ്കിൽ 95ന്റെ താഴെയുമാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളൊരു ടെസ്റ്റും കൂടെ നടത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അഡ്മിഷൻ തരുള്ളൂ. കാരണം ആ സൂപ്പർ 30യിൽ അത്രയും അടിപൊളി പിള്ളേരായിരിക്കണം എന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, മറ്റൊരു കാര്യമല്ല 2 കാര്യം കൂടെ. അതായത് ഇത്തവണ ഞങ്ങളുടെ ടോപ്പറായിട്ടുള്ള 99.6 ആണെന്ന് എനിക്ക് തോന്നുന്നു. സാമിക്ക് ഈ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, അവൻ JEE എഴുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒത്തിരി മിടുമിടുക്കരായ കുട്ടികളുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ അടിപൊളിയാണ്, എനിക്കൊരു അവസരം കിട്ടുകയാണ്. കാരണം എൻ്റെ നാട്ടിലൊന്നും എന്താ JEEക്ക് ഇപ്പോഴും ഒരു കോച്ചിങ്ങും കിട്ടാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സൂപ്പർ 30 എന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ JEE പെർസെൻറ്റേജിൽ എത്ര കുറവാണ്, ഇനിയിപ്പോൾ നിങ്ങൾ JEE എഴുതിയിട്ടില്ലെങ്കിലും ഈ പറയുന്ന ടെസ്റ്റിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ബാച്ചിൽ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആൻഡ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഈ വീഡിയോ ഇപ്പോൾ ഏതെങ്കിലും +2 അധ്യാപകർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നുകയാണ് നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ ആ ഒരു എക്സെപ്ഷനലി അടിപൊളിയായിട്ടുള്ള ഒരു പയ്യനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നിങ്ങൾക്ക് ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്യാം, ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഞങ്ങൾ എന്ത് ചെയ്തോളാം, ഈ ടെസ്റ്റ് നടത്തിയിട്ട് അവർ IITയിൽ എത്തിച്ചോളാം. ക്ലിയർ അല്ല? അപ്പം എന്ത് ചെയ്യാം, നിങ്ങളുടെ +2 അധ്യാപകർക്കും ഈ ഒരു മെസ്സേജ് അയക്കുക. സോ ഒരിക്കൽ കൂടെ ഏറ്റവും അവസാനം പറയുകയാണെങ്കിൽ സൂപ്പർ 30 ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 95% മുകളിലോ ആണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് നിങ്ങൾ JEE സ്കോർ കാർഡ് അയച്ചു കൊടുക്കുക. അവർ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. 90% മുകളിലാണെങ്കിലും ഈ നമ്പറിലേക്ക് സ്കോർ കാർഡ് അയച്ചു കൊടുക്കുക. അവർ ടെസ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് നടത്തിത്തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൂപ്പർ 30 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ലാത്ത നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ടീച്ചേഴ്സിന് നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെ റെക്കമെൻഡ് ചെയ്യാം. അപ്പോഴും ഈ നമ്പറിലേക്ക് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്സപ്പ് മെസ്സേജ് മാത്രമാണ്, കോൾ പോയാലും ഞങ്ങൾ IVRലേക്കാണ് പോവുക. ഡയറക്റ്റ് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക സൂപ്പർ 30 എന്നുള്ളത്, ബാക്കി അവർ ചെയ്തു തരും. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, മെയ് 1st വീക്ക് May 8 തന്നെ സൂപ്പർ 30 സ്റ്റാർട്ട് ചെയ്യാനാണ്. നേരത്തെ പഠിക്കണം, ഡിസംബറിന് മുന്നേ നമ്മളുടെ പോർഷൻസ് തീർക്കണം. ഡിസംബറിലും ജനുവരിയിലും ടെസ്റ്റ് സീരീസുകൾ നടത്തണം. ജനുവരി മെയിൻസിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, 99%ലേക്ക് എത്തണം. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്യരുത്, വാട്സപ്പ് ചെയ്യുക. അവരെന്ത് ചെയ്തും ബാക്കി കാര്യങ്ങൾ ചെയ്തു തരും. അപ്പം ഞാനീ പറഞ്ഞതിൽ വല്ല കഴമ്പുണ്ട് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം.